ശ്യാമലി, പരമാവധി ശിക്ഷയായ വധശിക്ഷ വേണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജഡ്ജി ഇപ്പോൾ ഇത് വിധി വായിക്കുകയാണ്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് കോടതി പറയുന്നത്. നേരത്തെ കഴിഞ്ഞ 13-ാം തീയതിയാണ്, ജൂലൈ 13-നാണ് ചെന്താമര ഈ കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നത്. അതിനുശേഷം മിറ്റിഗേഷൻ റിപ്പോർട്ട് ഇദ്ദേഹത്തിൽ ഏതെങ്കിലും തരത്തിൽ മാനസികാന്തരം വന്നിട്ടുണ്ടോ എന്നുൾപ്പെടെ പരിശോധിക്കാൻ വേണ്ടി ജില്ലാ ലീഗൽ അതോറിറ്റിയോട് മിറ്റിഗേഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിരുന്നത് കുറ്റബോധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ റിപ്പോർട്ടിനെ പ്രോസിക്യൂഷൻ പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ അങ്ങനെ ഒരു കുറ്റബോധം ഈ പ്രതി ചെന്താമരയ്ക്ക് ഇല്ല. കാരണം ഈ വിധി പറഞ്ഞ സമയത്ത്, കുറ്റക്കാരനാണെന്ന് വിധി പറയുന്ന സമയത്ത് പോലും ജഡ്ജിയോട് പോലും വളരെ മോശമായി പെരുമാറിയ ആളാണ് ചെന്താമര. തന്നെ വേണമെങ്കിൽ ശിക്ഷിച്ചോളൂ, തൂക്കിക്കൊന്നോളൂ, ഞാൻ ഗാന്ധിജിയല്ല, ഇതിൽ എല്ലാം ക്ഷമിക്കാൻ ഗാന്ധിജിയല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന സമീപനം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടായി എന്നുള്ള മിറ്റിഗേഷൻ റിപ്പോർട്ട് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെ വാദം എന്ന് പറയുന്നത് ചെന്താമരയുടെ പ്രായം പരിഗണിക്കണം, അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷയിൽ നിന്നും ഇളവ് കൊടുക്കണം എന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് 2019-ലാണ്. 2019-ൽ നെന്മാറ പോത്തുണ്ടി സ്വദേശിയായ സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. ആ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സമയത്താണ് ചെന്താമര ജയിലിൽ നിന്നിറങ്ങുകയും ജാമ്യത്തിൽ ഇറങ്ങുകയും പിന്നീട് 2025 ജനുവരി 27-ന് രണ്ടുപേരെയും, സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും അതിക്രൂരമായി അവരുടെ വീടിന് മുൻവശത്തുള്ള റോഡിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രതി നിരന്തരമായിട്ടുള്ള വൈരാഗ്യം സൂക്ഷിക്കുന്ന ഒരാളാണ്. ഒരു കാരണവശാലും ഒരു ഇളവും നൽകാൻ പാടില്ല എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കേസിൽ പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് പ്രോസിക്യൂഷനുള്ളത്. അതോടൊപ്പം തന്നെ സുധാകരന്റെ കുടുംബം, സുധാകരന്റെ മക്കളായ അഖിലയും അതുല്യയും ഈ വിധി കേൾക്കാൻ വേണ്ടി കോടതിയിൽ എത്തിയിട്ടുണ്ട്. അവരും പ്രതീക്ഷിക്കുന്നത് പരമാവധി ശിക്ഷ കിട്ടുമെന്ന് തന്നെയാണ്. നേരത്തെ ആദ്യം 2019-ലെ സജിത വധക്കേസിൽ അതിൽ ഇരട്ട ജീവപര്യന്തം നിലവിൽ ചെന്താമരയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കേസിലും പരമാവധി ശിക്ഷ കിട്ടും എന്ന് തന്നെയാണ് അവരും കരുതുന്നത്. എന്തായാലും കോടതി നടപടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കേസ് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് പ്രതിക്ക് ഈ പ്രദേശത്ത് സുധാകരന്റെ വീട്ടിലേക്ക് നിൽക്കുന്ന പോത്തുണ്ടി ഭാഗത്തേക്ക്, നെന്മാറ പഞ്ചായത്തിലേക്ക് തന്നെ കടക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. ആ അനുമതി, അതായിരുന്നു പ്രധാനപ്പെട്ട ജാമ്യ വ്യവസ്ഥ. പക്ഷേ ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് പ്രതി ദിവസങ്ങളോളം സുധാകരന്റെ വീടിന് തൊട്ടടുത്ത് തന്നെ, അയൽവാസിയായിട്ട് തന്നെയാണ് ചെന്താമര അവിടെ താമസിച്ചിരുന്നു. സുധാകരനെയും കുടുംബത്തെയും അവരുടെ മക്കളെ അതുല്യയും അഖിലയും എല്ലാം തന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അഖില പരാതി പറയാൻ വേണ്ടി നെന്മാറ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ വേണ്ടി പോവുകയും പക്ഷേ ആ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായില്ല. ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്നറിഞ്ഞിട്ട് പോലും പോലീസ് നടപടിയെടുത്തില്ല എന്നുള്ളതാണ് ഉയർന്നിരുന്ന ആരോപണം. അതിനെതിരെ അന്ന് നെന്മാറ സ്റ്റേഷൻ ഇൻസ്പെക്ടർക്കെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഒരു അലംഭാവം ഇതിനകത്തുണ്ട്. മറ്റൊന്ന് ശ്യാമലി എടുത്തു പറയേണ്ടത് ഈ കേസിന്റെ വിചാരണയാണ്. ഈ വിചാരണ ഒരു ഘട്ടത്തിൽ ഇതിൽ സാക്ഷി പറയാനൊക്കെ ആളുകൾക്ക് മടിയായിരുന്നു. പിന്നീട് പോലീസ് നൽകിയിട്ടുള്ള സംരക്ഷണം നൽകാമെന്ന പോലീസിന്റെ ഉറപ്പിന്മേലാണ് പല ആളുകളും ഇതിനകത്ത് സാക്ഷി പറയാൻ തയ്യാറായിട്ട്. എന്നിട്ട് പോലും നിർണായകമായ സാക്ഷികൾ 4 പേർ കൂറുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ദൃക്സാക്ഷി ഉൾപ്പെടെ കൂറുമാറിയ ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ പ്രധാനപ്പെട്ട അയൽവാസിയായ പുഷ്പ, അവർ പിന്നീട് ചെന്താമരയെ ഭയന്ന് അവരുടെ വീട്, അതായത് ചെന്താമരയുടെയും പുഷ്പയുടെയും സുധാകരന്റെയും എല്ലാം വീട് തൊട്ടടുത്താണ്, ഒരു വീടിന് തൊട്ടടുത്ത് നിൽക്കുന്ന വീടുകളാണ് ഈ 3 വീടും എന്ന് പറയുന്നത്. ഇവരെ ചെന്താമരയുടെ വീടിന് നേരെ എതിർവശത്ത് നിൽക്കുന്ന പുഷ്പ, അവർ ധൈര്യപൂർവ്വം തന്നെ ചെന്താമരയ്ക്ക് മൊഴി നൽകാൻ തയ്യാറായി. ആ സാഹചര്യത്തിൽ വളരെ നിർണായകമായ ഒരു മൊഴിയായിരുന്നു പുഷ്പയുടേത്. 82 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിസ്താരം നടത്തിയിട്ടുള്ളത്. അതിൽ 4 പേർ കൂറുമാറിയെങ്കിൽ പോലും പ്രോസിക്യൂഷന് ഇക്കാര്യം കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 2 കുറ്റങ്ങളാണ്. ഒന്ന്, ഭാരതന്യായ സംഹിത പ്രകാരം BNS 103 പ്രകാരം, അതായത് കൊലപാതക കുറ്റവും അതോടൊപ്പം തന്നെ തടഞ്ഞുവെക്കൽ എന്നിവ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടിനുമുള്ള പരമാവധി ശിക്ഷ കിട്ടുമെന്ന പ്രതീക്ഷയാണ് പ്രോസിക്യൂഷൻ വെക്കുന്നത്. ഇന്ന് തന്നെ, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് ചെന്താമരയുടെ ശരീരഭാഷ എന്ന് പറയുന്നത് ഒരു തരത്തിൽ പോലും, ഇപ്പോൾ മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് ചെന്താമര ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം വലിയ തോതിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചു. അങ്ങനെ നേരത്തെ ഉണ്ടായ സംഭവങ്ങൾ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ മാറിപ്പോയതിന്റെ സാഹചര്യം, അങ്ങനെയുള്ള വൈരാഗ്യം വളർന്ന് പിന്നീട് അതൊരു കൊലപാതകത്തിലേക്ക് നയിച്ചു. പിന്നീട് ഇവരുടെ മക്കൾ, ഇപ്പോൾ സുധാകരന്റെ 2 പെൺമക്കളാണുള്ളത്, അവരുടെ ജീവിതത്തെക്കുറിച്ച് താൻ ആലോചിച്ചപ്പോൾ ദുഃഖം തോന്നുന്നു. തനിക്ക് ജയിലിൽ നിന്ന് ലഭിക്കുന്ന, ജയിലിൽ ജോലി ചെയ്ത് ലഭിക്കുന്ന വരുമാനം അവർക്ക് പങ്കുവെക്കാൻ തയ്യാറാണെന്ന് ഉൾപ്പെടെ മിറ്റിഗേഷൻ റിപ്പോർട്ട് ജില്ലാ ലീഗൽ അതോറിറ്റിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ഈ ചെന്താമര പറയുന്നുണ്ട്. പക്ഷേ പ്രോസിക്യൂഷൻ അത് പറയുന്നത് അതൊന്നും തന്നെ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല. ഒരു ഘട്ടത്തിൽ പോലും ചെന്താമര കോടതിയിൽ ഒരു കുറ്റം സമ്മതിക്കുകയോ അല്ലെങ്കിൽ കുറ്റബോധം അറിയിക്കുകയോ തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുകയോ അല്ല ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യം അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ
ഈ കേസിന് 2025 ജനുവരി 28-ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആലത്തൂർ കോടതിയിൽ, അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ മുമ്പാകെ എന്നെ വേഗം ശിക്ഷിച്ചോളൂ, ഞാൻ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പറയുന്ന ചെന്താമര പിന്നീട് അത് തന്നെ ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷ കുറ്റക്കാരനാണെന്ന് പറയുന്ന സമയത്ത് ചെന്താമര കഴിഞ്ഞ ജൂലൈ 13-ന് ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി പറയുന്ന സമയത്ത് പോലും നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ച ഒരാളാണ് ചെന്താമര. അതുകൊണ്ട് ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നതാണ് പ്രോസിക്യൂഷന്റെ ഒരു ഭാഗം. എന്നാൽ പ്രതിഭാഗം പറയുന്നത് നേരത്തെ ചെന്താമരയ്ക്ക് 62 വയസ്സായി, സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ട്, പ്രായമായ ആളുകൾക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്, അത് പരിഗണിക്കണമെന്നൊരു വാദം പ്രതിഭാഗം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ചെന്താമരയുടെ കാര്യത്തിൽ അങ്ങനെ പരിഗണിക്കാൻ പാടില്ല. ചെന്താമര എല്ലാ കാര്യത്തിലും, ആരോഗ്യപരമാണെങ്കിലും അദ്ദേഹത്തിന്റെ മാനസിക ആരോഗ്യമാണെങ്കിലും എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ ആ പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം. മിറ്റിഗേഷൻ റിപ്പോർട്ട് ഒരു കാരണവശാലും കോടതി വിശ്വാസത്തിലെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായാലും മിറ്റിഗേഷൻ റിപ്പോർട്ട് കോടതി പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ വിധിരായത്തിന്റെ ആദ്യ ഭാഗം വരുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതി പറയുന്നത് അതിൽ ചെന്താമരയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പ്രതീക്ഷിക്കുന്നത് പരമാവധി ശിക്ഷ ലഭിക്കുമോ എന്നുള്ളതാണ്, കോടതി പരിഗണിക്കുമോ എന്നുള്ളതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. അവരുടെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇക്കാര്യം തുടർച്ചയായി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈ കേസിലെ അന്വേഷണ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിലെ ആദ്യം ചെന്താമര ഈ കൊലപാതകം നടത്തിയതിനു ശേഷം 2025 ജനുവരിയിൽ കൊലപാതകം നടത്തിയതിനു ശേഷം പ്രതി തൊട്ടടുത്തുള്ള വനത്തിലേക്കാണ് പോയത്. ആ പോയ ശേഷം പിടികൂടിയിട്ടും തെളിവെടുപ്പിന് വന്നിട്ടും അതിന്റെ സാക്ഷികളെയും ആ കേസിൽപ്പെട്ട സാക്ഷികളെയും ഇവരുമായി ബന്ധപ്പെട്ട ആളുകളെയും എല്ലാം ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടുത്തെ പ്രദേശത്തുള്ള ആളുകൾ ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ ഭയന്ന്, ഇപ്പോൾ പുഷ്പ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തേക്ക് സ്വന്തം നാട്ടിൽ വീട്ടിൽ താമസിക്കാൻ കഴിയാതെ അവിടെ നിന്നും മാറി താമസിക്കുകയാണ്. കോയമ്പത്തൂരിന് സമീപത്തുള്ള ഒരു കമ്പനിയിൽ, ഒരു സ്വകാര്യ കമ്പനിയിൽ അവരവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നു. നമ്മൾ അവരുടെ പ്രതികരണം എടുക്കാൻ വേണ്ടി, അവരുടെ ഫോണിൽ മാത്രമാണ് അവർ സംസാരിക്കുന്നത്, അവരുടെ പ്രതികരണം എടുക്കാൻ വേണ്ടി നമ്മൾ നേരിട്ട് സമീപിക്കാൻ ശ്രമിച്ച സമയത്ത് അവർ പറയുന്ന ഒരു കാരണവശാലും ഞാൻ ഇനി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യമായി വരില്ല, ഞാൻ എവിടെയാണെന്ന് അറിഞ്ഞാൽ എനിക്ക് ഭയമാണ്, ചെന്താമര ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ജീവനിൽ ഭയമാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിലേക്കോ അല്ലെങ്കിൽ പരസ്യമായോ വരില്ല. അപ്പോൾ അത്രയേറെ ഭയന്നാണ് ഇതിലെ ഏറ്റവും നിർണായക സാക്ഷിയായിട്ടുള്ള പുഷ്പ പോലീസിൽ കോടതിയെ സമീപിക്കുകയും അതൊക്കെ തന്നെ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വെല്ലുവിളി സമൂഹത്തിന് ഉയർത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ പരോളിൽ ഇറങ്ങിയോ, ശിക്ഷ ലഭിച്ച് പരോളിൽ ഇറങ്ങുന്ന ഒരു ഘട്ടമുണ്ടായാൽ, പരോളിൽ ഇറങ്ങില്ല എന്നത് അധികൃതരെല്ലാം തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ പരോളിൽ ഇറങ്ങുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങളിവിടെ ജീവിക്കുക എന്നത് ആ നാടൊന്നാകെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കോടതി എന്താണ് ഇപ്പോൾ 2 കുറ്റങ്ങളും, കൊലപാതക കുറ്റവും അതോടൊപ്പം തന്നെ 2 വകുപ്പുകളും തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ കോടതി എങ്ങനെയാണ് ഇതിനെ പരിഗണിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്പസമയത്തിനകം തന്നെ അതിൽ വിധി ഉടൻ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. ആദ്യത്തെ കേസിൽ 2019 സജിതയെ, സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ ആ കേസിൽ അകത്ത് ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയ കേസുകൾ, പഴയ സജിതയുടെ കേസുകളാണ് ഇപ്പോൾ കോടതി വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ചെന്താമരയുടെ ഈ കൊലപാതക അല്ലെങ്കിൽ ഇത്തരം ഒരു കുറ്റവാസന മനസ്സിലാക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ നിരന്തരമായിട്ടുള്ള വൈരാഗ്യം സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു കേസുകളെ സംബന്ധിച്ചതിന്റെ പശ്ചാത്തലമാണ് കോടതി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സജിത കേസ് 2019 അതിനകത്ത് ഈ ചെന്താമരയെ നയിച്ച, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് ചെന്താമരയുടെ ഭാര്യയും മക്കളും ചെന്താമരയിൽ നിന്ന് പിരിഞ്ഞ് വേറെയാണ് താമസിക്കുന്നത്. അപ്പോൾ അതിന് കാരണമായത് ചെന്താമര വിശ്വസിച്ചിരിക്കുന്നത് ചെന്താമരയെ ഇവർ തെറ്റിച്ചിരിക്കുന്നത്, ചെന്താമരയുമായി കുടുംബത്തെ തെറ്റിച്ചത് സജിതയും അവരുടെ കുടുംബവുമാണ് എന്നതാണ്. ആ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ സജിതയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുന്നത്. ആ കേസിന് ശേഷം പിന്നീടും ഇവരോട്, ഈ കുടുംബത്തോടുള്ള വൈരാഗ്യം ചെന്താമര സൂക്ഷിച്ചിരുന്നു. ചെന്താമര ആദ്യം ജാമ്യത്തിലിറങ്ങിയ സമയത്ത്, ഈ ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ സമയത്ത് നിലമ്പൂരിലെ ഒരു ക്വാറിയിലാണ് ജോലി ചെയ്തിരുന്നത്. പിന്നീട് അവിടെ നിന്നും നെന്മാറ പോത്തുണ്ടിയിലെ ഇയാളുടെ വീട്ടിലേക്ക് വരികയും അവിടെ ഈ ആയുധം, കൊലപാതകത്തിന് മുൻകൂട്ടി തന്നെ ആസൂത്രിതമായി നടത്താൻ വേണ്ടി ആയുധം വാങ്ങി വെക്കുകയും ഇവരോട് നിരന്തരമായി കലഹിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനകത്ത് സാക്ഷി പറഞ്ഞ ആളുകളോട് കലഹിച്ചിരുന്നു. ഈ സംഭവ ദിവസം രാവിലെ ഈ സുധാകരന്റെ മകളും 2 പെൺമക്കളാണുള്ളത്. അവർ പിന്നീട് അവരുടെ അമ്മ വീട്ടിൽ നിന്നാണ് താമസിച്ചിരുന്നത്. ഈ ചെന്താമരയെ ഭയന്നാണ് ഇവർ പിന്നീട് ഈ വീട്ടിലേക്ക് വരാതായത്. സുധാകരൻ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയും ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിൽ വന്ന് പോവുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അച്ഛൻ വന്ന സമയത്ത് അച്ഛനോട് ഒപ്പം താമസിക്കാൻ പോലും കഴിയാതെ അത്രത്തോളം ഭയന്ന് കഴിയുന്ന ആ കുടുംബം അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോലീസിൽ പരാതി കൊടുത്തു. പിന്നീട് മറ്റൊരു ആവശ്യത്തിനായി സുധാകരനെ നെന്മാറയിലേക്ക്, അതായത് വീട്ടിലേക്ക് വരാൻ ഭയന്നത് കൊണ്ട് തന്നെ നെന്മാറയിലേക്ക് മകൾ അഖില വീട്ടിലേക്ക് വിളിക്കുക, അച്ഛനെ കാണാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഈ നിഷ്ഠൂരമായ കൊലപാതകം നടക്കുന്നത്. മകന്റെ കരച്ചിൽ കേട്ട് വീടിനകത്ത് നിന്ന് ഓടിയെത്തിയ അമ്മ ലക്ഷ്മിയെ ഈ സുധാകരൻ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നുണ്ട്. സംഭവം നടക്കുന്നത് അന്ന് രാവിലെ 2025 ജനുവരി 27 രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. പട്ടാപ്പകൽ
ആ വീടിന് മുമ്പിൽ വെച്ച് രണ്ടുപേരെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും സമീപത്തെ വനത്തിലേക്ക് വനപ്രദേശത്തേക്ക് ഇയാൾ ഓടി ഒളിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. പോലീസ് 24 മണിക്കൂറിനകം തന്നെ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു. പക്ഷേ പോലീസിന്റെ അടുത്ത് നിന്ന് വലിയൊരു വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നത് ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ദിവസങ്ങളോളം താമസിച്ചിട്ടും ഇതിൽ ഇപ്പോൾ വലിയൊരു പ്രധാനപ്പെട്ട നിർണായകമായ ഒരു കമന്റ് കോടതി നടത്തിയിരിക്കുന്നു. പ്രതിക്ക് മാനസാന്തരം ഉണ്ടാകില്ലെന്ന് ജഡ്ജി പറയുന്നു. പ്രതിക്ക് മാനസാന്തരം ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ ഇനിയും കൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരാളാണ്. നമ്മൾ ശിക്ഷ വിധിക്കുക എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് കോടതി പരിഗണിക്കുക. ഒന്ന്, ആ പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ മാനസാന്തരം വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, അതായത് ഇനിയും കുറ്റബോധമുണ്ട്, ഞാൻ ഇനി കുറ്റം ചെയ്യില്ല എന്നൊരു അയാളുടെ മനസ്സിൽ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ മാനസാന്തരമോ ഉണ്ടെങ്കിൽ കോടതി അത് പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ ഒരു അവസരം അയാൾക്ക് സ്വയം തിരുത്താൻ ഒരു അവസരം കൊടുക്കും. അതിനാണ് ശരിക്കും ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിക്ക് ഒരു ഘട്ടത്തിലും മാനസാന്തരം വരാനുള്ള സാധ്യത ഇല്ല എന്ന് കോടതി കണ്ടാൽ അതിനകത്ത് പരമാവധി ശിക്ഷയിലേക്ക് പോകാൻ വേണ്ട ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയും. പ്രസാദിലേക്ക് വരാൻ